നമ്മൾ എത്രത്തോളം വഞ്ചിക്കുകയാണ് ഈ മിണ്ടാപ്രാണികളെ എന്നുള്ളതാണ് നിത്യം പ്രതി നമ്മൾ കാണുന്ന ഓരോ റെസ്ക്യൂവും. ഇത് അടുത്തൊരു റെസ്ക്യൂ ആണിത്. ഇത് ആരെങ്കിലും അഴിച്ചു വിട്ടതായിട്ടാണ് നമുക്ക് തോന്നിയത്. തിരിച്ചും ആൾതാമസമുണ്ട്. അധികം ആൾക്കാർ അധികം പോയി വരാത്ത ഇരുട്ടേറിയ ഒരു സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏരിയയാണ്. ആ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അവിടെ കഴുത്തിൽ ലീഷോട് കൂടിയുള്ള 2 കുഞ്ഞുങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണം നല്ല ഷിറ്റ്സു ആണെന്ന് തോന്നുന്നു. ഇനി ഒരെണ്ണം എന്തോ ക്രോസ് ബ്രീഡാണ്. 2ഉം കുഞ്ഞുങ്ങളാണ്. എന്തിനാണ് ഇവരെ അഴിച്ചു വിട്ടതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ കൊണ്ട് കളഞ്ഞതെന്ന് എനിക്കറിയില്ല. ടൂ വീലർ കണ്ടപ്പോൾ എടുത്ത് ചാടിയിട്ട് അങ്ങനെ ടൂ വീലർ ബഹളം എന്താണെന്ന് നോക്കി പയ്യൻ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവർ 2 പേരെ കാണുന്നത്. മഴയത്ത് പേടിച്ച് ഒരു മൂലയിലിരിക്കുന്ന ഫോട്ടോസാണ് ആദ്യം ഇതിൽ കാണുന്നത് നിങ്ങൾ. അത് കഴിഞ്ഞ് ആ പയ്യൻ എന്നെ ഉടനെ വിളിച്ചു ഇന്നലെ രാത്രി. നമ്മൾ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ സേഫായിട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ അടുത്ത് അവരുടെ ഓണറുടെ കോമ്പൗണ്ട് ഉണ്ട്, അതിലേക്ക് കയറ്റി. കോമ്പൗണ്ടിൽ കയറ്റി കഴിഞ്ഞ് പിന്നെ അവരുടെ സ്ഥലമായപ്പോൾ പിന്നെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് അവിടെ പോയവർ കാണുമ്പോൾ ഒരു അസുഖവും നമുക്ക് തോന്നുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ്. ആരുടെയെങ്കിലും മിസ്സായിട്ടുള്ള ഡോഗ് ആണെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. വിത്ത് പ്രൂഫ് വരണം കേട്ടോ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ. അതല്ല ഇനി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നാളെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. നമുക്കിനി നാളെ നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ അസുഖമുണ്ടെന്ന് അറിയുള്ളൂ. ഇനി വാങ്ങിച്ച് നോക്കാൻ പറ്റാതെ 2 പേരെയും കൊണ്ട് കളഞ്ഞതാണോ, അത് വേറെ ആരെങ്കിലും വാങ്ങിച്ച് വീട്ടിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമില്ലാതെ കൊണ്ട് കളഞ്ഞാണോ, എന്താ അതിൻ്റെ പിന്നിലെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര ഒരു ബണ്ടിൽ ഓഫ് ജോയ് ആണ് അവർ. ഭയങ്കര രസമാണ്, ഭയങ്കര ബബ്ലിയാണ്, ഭയങ്കര പ്ലേഫുള്ളാണ് അവർ. നമ്മുടെ ഷെൽട്ടർ ഒട്ടും അതിന് സാഹചര്യം ഒത്ത ഷെൽട്ടറല്ല. നമുക്ക് ടിക്സിൻ്റെ ഒക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ വന്ന, അതായത് റെസ്ക്യൂവിന് വന്ന പയ്യൻ തന്നെ അവൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് ഇത് വേണം, അങ്ങനെ ഞാൻ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവനടുത്ത് 2-3 നായ ഉള്ളത് കൊണ്ട് അത് വേണ്ട, എല്ലാവരെയും ഒന്നിച്ച് നോക്കാൻ പറ്റില്ല, അപ്പോൾ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി നോക്കണം, ഉള്ളിൽ നിർത്താവൂ, പുറത്ത് വിടാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അതല്ല ഇതിൻ്റെ ഓണറോ അങ്ങനെ ആരെങ്കിലും, നിങ്ങളുടെ ആരുടെയെങ്കിലും മിസ്സായിട്ടുള്ള ഡോഗാണെങ്കിൽ നമ്മളെ വിവരം അറിയിക്കുക. നമ്മളെന്തായാലും അതിൻ്റെ പ്രൂഫും അതിൻ്റെ ഇതും നോക്കിക്കൊണ്ട് നമ്മളത് തിരിച്ചു തരുന്നതായിരിക്കും. അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇവർ വളരെ കൺഫ്യൂസ്ഡായിട്ടും പേടിച്ചും വിറച്ചും ഇരിക്കുന്നൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവർ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് മനുഷ്യൻ ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ചതിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനോ എൻ്റെ സങ്കടം പറയാനുള്ളൊരു വാക്കുകളില്ല. കാരണം നമ്മുടെ ഷെൽട്ടറൊക്കെ ഫുള്ളാണ്. ഇത് ഒട്ടും ഇങ്ങനത്തെ നായ്ക്ക് ഷെൽട്ടർ ഒരു ഉചിതമായിട്ടുള്ളൊരു സ്പേസ് അല്ല. എന്ത് ബുദ്ധിമുട്ടാണ് അറിയോ. നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം അതിലൊരു ബീഗിള്, അവൻ കടിക്കും. അപ്പോൾ അവന് ആർക്കും നോക്കാൻ പറ്റാണ്ട് നമ്മുടെ അടുത്ത് സറണ്ടർ ചെയ്തിട്ടുള്ളതാണ്. അവൻ നോക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നോക്കാൻ സെപ്പറേറ്റ് അവിടെ നിർത്തുന്നത്. എന്നാലും ചെല്ലിൻ്റെ ശല്യമുണ്ട്, നമ്മളവന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കാതിരിക്കുക. എന്തിനാണ് ഈ ബ്രീഡ് ചെയ്യുന്നത്? താല്പര്യമില്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾക്ക് നോക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ ചുമതല എടുക്കാൻ കഴിയും, ദയവ് ചെയ്ത് അതിനെ വാങ്ങിക്കാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അഡോപ്ഷന് കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുപോയി റോട്ടിൽ കൊണ്ടുപോയി കളരുത്. അത് തെണ്ടി തിന്നാൻ അറിയാത്ത കുഞ്ഞുങ്ങളാണ്. ഈ വിട്ട സ്ഥലത്ത് ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേങ്കിൽ ദൈവം കാത്തുന്നേ പറയാനുള്ളൂ. ഇന്നലെ ഇവരാരും കണ്ടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ കടിച്ച് പറിച്ച് ശരിയാക്കിയേനെ ഇന്നലെ. ഇത് ചെറിയ കുഞ്ഞുങ്ങളും കൂടിയാണ്. എന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടമായി ഇവരെ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ് ഇവരെ. പക്ഷേ നമ്മളുടെ സാഹചര്യത്തിൽ ഇവർക്കുള്ള ആ സാഹചര്യം നമുക്ക് ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സാഹചര്യത്തിലല്ല ഇവർ വളരേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ സങ്കടം പറയുന്നത്. എന്തായാലും വളരെയധികം നമ്മൾ സ്നേഹിച്ച് അവരെടുത്തു. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇന്ന് മഴയായത് കൊണ്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല. തുടച്ച് വൃത്തിയാക്കി നാളെ ഡോക്ടർക്ക് കൊണ്ടുപോകും. ഇന്ന് തന്നെ നമുക്ക് 450 രൂപ നമ്മുടെ ഓട്ടോറിക്ഷ ചാർജ് ആയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുക. നമ്മുടെ GPay നമ്പർ 9497555366. ഈ ഓട്ടോ ചാർജ് കൊടുക്കാനുണ്ട് നമുക്ക്. അത് സഹായിക്കുക. നാളെ ഇനി ഡോക്ടർക്ക് കൊണ്ടുപോയി ഒരു 1000 രൂപയെങ്കിലും ആവും. കാരണം ബ്ലഡ് റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അടുത്ത് കാശില്ല എന്നുള്ളൊരു വലിയൊരു സത്യമാണത്. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മളത് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക. ഇനി വീണ്ടും ഇങ്ങനെ ഉപേക്ഷിക്കാതിരിക്കുക. ദയവ് ചെയ്ത് ആർക്കെങ്കിലും അഡോപ്ഷന് കൊടുക്കുക. ഇങ്ങനെ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഇത്രയും നായ്ക്കളെ ഉപേക്ഷിക്കാതിരിക്കുക. അവർക്ക് ജീവിക്കാൻ അറിയില്ല. താങ്ക് യു.